അയ്യ വണക്കം. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ വധിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയോ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തൊരു ഗൂഢാലോചന നടന്നോ എന്നുള്ളൊരു ചോദ്യം ഈ ഡൽഹി ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതാരാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത്? നിങ്ങളുടെ നോക്കിയേ, ഞാൻ തന്നെയാണ് ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് യുവമാരി കടന്ന് പൊടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ബ്ലാസ്റ്റ് യഥാർത്ഥത്തിൽ നടത്തിയത് ബീഹാർ ഇലക്ഷൻ ജയിക്കാനാണ് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊരു സാധനം ചെയ്തിരുന്നു. അതായത് ഇവരുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്ന സീരിയൽ ബ്ലാസ്റ്റുകൾ, ആ ബ്ലാസ്റ്റ് കഴിഞ്ഞ ഉടനെ വല്ല തെരഞ്ഞെടുപ്പില്ല ഇവറ്റുകളാണ് ജയിക്കുന്നത്. ഇതെങ്ങനെയുടെ സംഭവിക്കുന്നത്? അല്ല, ഇവരുടെ ഒരു ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാസ്റ്റൊക്കെ ഇവർ നടത്തിയതാണ് എന്ന് നമ്മളും പറയേണ്ടി വരുമല്ലോ. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ബഹളം. ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയത് ബീഹാർ ഇലക്ഷൻ ജയിക്കാനായിരുന്നു എന്നാണ് ഇവറ്റകൾ പറയുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ ആംഗിൾ നീളുന്നത് അങ്ങോട്ടൊന്നുമല്ല. എൻ്റെ ആംഗിൾ നീളുന്നത് താജ് ഭീകരാക്രമണത്തിലോട്ടാണ്. എൻ്റെ ആംഗിൾ നീളുന്നത് ഈ താജ് ഭീകരാക്രമണവും കോൺഗ്രസ് കാലത്തെ സുരക്ഷ അത് നമുക്കൊന്ന് പരിശോധിക്കണം. വളരെ വേഗം പരിശോധിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ പ്രധാനമന്ത്രിയായിരുന്നുള്ള മൻമോഹൻ സിംഗിനെ തട്ടിക്കളയാനൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിന് ചോദിക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചല്ലോ. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത് ആ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ സഹതാപ തരംഗം ആഞ്ഞടിച്ച ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. വളരെ ദുരൂഹമായിരുന്നു ആ സാധനം എന്ന് പറയുന്നത്, ആ ബോംബ് സ്ഫോടനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കാണ് രാജീവ് ഗാന്ധി വന്നത്. എന്നിട്ടും ആ ബോംബ് സ്ഫോടനത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഈ 14 പേരിൽ എനിക്ക് തോന്നുന്നു 2 കോൺഗ്രസ്സുകാർ ഇവർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. 2 കോൺഗ്രസ്സുകാർ. ഒരു തെരഞ്ഞെടുപ്പ് റാലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ഗാന്ധിയുടെ കൂടെ ഒരു ലോഡ് കോൺഗ്രസ്സുകാർ നിൽക്കേണ്ടതാണ്. പക്ഷേ അവിടെ വെറും 2 കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് രാജീവ് ഗാന്ധിയുടെ കൂടെ മരിച്ചത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കോൺഗ്രസ്സുകാർ ഇവിടെ പോയി. 180 രാജീവ് ഗാന്ധിയുടെ കൂടെ വന്ന സോണിയാഗാന്ധി 181 ഇടത്ത് വന്നില്ല. അതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഇത് പണ്ട് മുതലേ ഇങ്ങനെ ഉയർന്നു വരുന്നൊരു സാധനമാണ്. ആരും ഇതിന് കൃത്യവും വ്യക്തവും ലോജിക്കലുമായിട്ടുള്ളൊരു മറുപടി, അതാണ് പോയിൻ്റ്, ലോജിക്കലുമായിട്ടുള്ളൊരു ഉത്തരം നൽകി കണ്ടിട്ടില്ല. അവിടെയും ഒരു അതിഭീകരമായിട്ടുള്ള സഹതാപ തരംഗം രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ ആഞ്ഞടിച്ചു. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കാലത്ത് പ്രധാനമന്ത്രിമാരെ തന്നെയാണ് ബലി കഴിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിമാരെ ബലി കഴിപ്പിക്കുന്നു, അവസാനം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. രാഹുൽ ഗാന്ധി ജീവിച്ച് പോട്ട് കേട്ടാ. ഇനിയിപ്പോൾ നരേന്ദ്രമോദി അജയ്യനായിട്ട് ഭരിക്കുന്ന നമുക്ക് നൈസായിട്ട് അവനെ തട്ടിക്കളയാം എന്നൊക്കെ നീ വിചാരിക്കൂടെ എന്ന് മാത്രമേ എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടാ. എന്ത് വില കൊടുത്തും, അതായത് രാഹുൽ ഗാന്ധി കെട്ടിത്തൂങ്ങിയാലും കെട്ടഴിച്ചിറക്കി നെഞ്ചിലിടിച്ച് CPR കൊടുത്ത് രക്ഷിക്കാൻ ഇവിടെ BJPയുടെ പ്രവർത്തകർ, ചോരയും നീതിയുമുള്ള പ്രവർത്തകർ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്തു കളയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയമൊന്നുമില്ല. നമ്മുടെ വിഷയം 2006 ജൂലൈ 30 നമുക്കൊന്ന് പോവാം. 2006 ജൂലൈ 30 CNN IBN പ്രമുഖ മാധ്യമമാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. ഈ CNN IBN പറയുന്നത് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയ നോക്കി ആ റിപ്പോർട്ട് കാണാം, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മുംബൈയിൽ കോസ്റ്റൽ സെക്യൂരിറ്റി ഇല്ല. അതായത് തീരദേശത്തിന് പരിരക്ഷയില്ല. ആർക്ക് വേണോ ഈസി ആയിട്ട് നുഴഞ്ഞു കയറി വരാം എന്ന് CNN IBN റിപ്പോർട്ട് ചെയ്യുകയാണ്. കടൽ മാർഗം ഭീകരവാദികൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ 2006 അവർ പറയുന്നു. അതിനുശേഷം 2007 ജൂൺ 16 ഇവർ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്? LET ലഷ്കർ ഇ ത്വയ്ബ ഭീകരവാദികളായിട്ടുള്ള 8 പേർ വന്നു കഴിഞ്ഞു. 2006 ഒരു വാണിംഗ് കൊടുത്തതാണ്. 2006 വാണിംഗ് കൊടുത്തിട്ടും സുരക്ഷ ഇത്ര തന്നെ. 2007 ആയപ്പോഴേക്കും അവർ വീണ്ടും റിപ്പോർട്ട് ചെയ്തു, ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരവാദികൾ 8 പേർ മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞു. എങ്ങനെ വന്നു? കടൽ മാർഗമാണ് അവർ നുഴഞ്ഞു കയറിയത് എന്നവർ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴും ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ വീശി ഇരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ. ഇനി അടുത്തതായിട്ട് കശ്മീർ രജൗരിയിൽ നിന്ന് അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അബ്ദുൾ മജീദ് എന്ന് പറയുന്ന ഒരാളും മുഹമ്മദ് ജമീൽ എന്നിങ്ങനെ
വേറൊരാളും മൊത്തം 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിത് സമ്മതിക്കുകയും ചെയ്തു പിൽക്കാലത്ത്. ഇതൊക്കെ പിന്നീട് പിൽക്കാലത്താണല്ലോ സമ്മതിക്കുന്നത്. അന്ന് അവർ റിപ്പോർട്ട് ചെയ്താൽ കറക്റ്റായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. അന്ന് നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു, 8 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സുരക്ഷയില്ലായിരുന്നു, തുറന്ന് മലന്ന് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു പാടും വന്നില്ല, അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും വരാതെ അകത്തോട്ട് കയറാൻ അങ്ങോട്ട് സാധിച്ചു എന്ന് ഭീകരവാദികൾ വളരെയധികം മൃദംഗപുളകിതരായി പറയുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ട് പോലീസുകാർക്ക് കയ്യും കൊടുത്തു, വെരി ഗുഡ്, ഇങ്ങനെ തന്നെ ഇട്ടിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇനി വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് 2007 കഴിഞ്ഞ് 2008 ഇതേ കടൽ മാർഗം കസബ് നുഴഞ്ഞു കയറി. എങ്ങനെ ഇരിക്കും? അതായത് കസബും ഇതേ കടൽ മാർഗം തന്നെ വന്നു. ഇതിന് ശേഷം അപ്പോഴും സുരക്ഷയൊന്നുമില്ല. ഇനി സെപ്റ്റംബർ 18 നമ്മുടെ റോ ഉണ്ടല്ലോ, നമ്മുടെ ചാര സംഘടന ഇന്ത്യയുടെ ഒരു ഫോൺ സംഭാഷണം ചോർത്തുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് അവർക്ക് കിട്ടിയത്? ഈ ഫോൺ സംഭാഷണത്തിൽ മുംബൈയിൽ ഒരു ഭീകരാക്രമണം നടക്കാൻ പോവുകയാണ്. ഇവർ ഇന്ന ഹോട്ടലുകളാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന ഹോട്ടലുകൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭീകരാക്രമണം ഉടനെ നടക്കും എന്ന് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നു. കടൽ മാർഗം ലഷ്കർ ഇ തോയ്ബ എത്തിക്കഴിഞ്ഞു എന്നും റോയ്ക്ക് എന്ത് ചെയ്യുന്നു, ഈ ചോർത്തി കിട്ടിയ ഫോൺ സംഭാഷണത്തിൽ നിന്നും വിവരം ലഭിക്കുന്നു. അപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. ഇനി സെപ്റ്റംബർ 24 വീണ്ടും റോയ്ക്ക് ഒരു അറിയിപ്പ് കൂടെ കിട്ടുന്നു. താജും മാരിയറ്റുമാണ് അവരുടെ ലക്ഷ്യമെന്നും. അതായത് കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം വരെ കിട്ടി. താജ് ഹോട്ടലും മാരിയറ്റുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്രമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തിനിരയാകാൻ പോകുന്നത്. അപ്പോഴെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, ചുമ്മാ ഇരിക്കുകയായിരുന്നു. ഇനി അതിനുശേഷം ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതൊരു മുട്ടക്കാട്ടൻ ലേഖനമായിട്ട് ഡിസംബർ 1, 2008 എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണ കമ്മീഷനിലെ അംഗമായിട്ടുള്ള വപ്പാല ബാലചന്ദ്രൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയ സംഭവം തന്നെയാണ്. ഭീകരാക്രമണങ്ങൾ എല്ലാം തന്നെ നടക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ, അതായത് നമ്മൾ പല ആൾക്കാർക്കും ഈ വിവരം നേരത്തെ തന്നെ കിട്ടിയിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈ മുംബൈ ഭീകരാക്രമണം നടന്നതിൽ ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്ത, ഇവർക്ക് കിട്ടിയ, അതായത് നിർദ്ദേശം കിട്ടിയ ഇന്ന ഹോട്ടൽ ആക്രമിക്കും എന്ന് നിർദ്ദേശം കിട്ടിയ ഒരു ഹോട്ടലായിരുന്നു ഒബ്രോയ് ട്രിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. ഈ ഒബ്രോയ് ട്രിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഭീകരാക്രമണം നടക്കാൻ പോകുന്നു എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മുംബൈയിൽ ഭീകരാക്രമണം നടക്കാൻ പോകുന്നുണ്ടെന്ന് അമേരിക്കൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകി. അന്ന് അങ്ങനെയായിരുന്നല്ലോ, അമേരിക്കൻ ഏജൻസി വിളിച്ച് പറയടേ ഭീകരാക്രമണം നടക്കണം, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും എന്ന് പറയും. അങ്ങനെ അമേരിക്കൻ ഏജൻസിയും പറഞ്ഞു ഒരു ഭീകരാക്രമണം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 28 നവംബറിന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന, ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ഈ ഹോട്ടൽ സന്ദർശിക്കാനായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് വകുപ്പ് സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കുകയാണ്. അതെന്തിനാണ് കൊടുത്തത്? അതായത് ഇവിടെ ഭീകരാക്രമണം നടക്കും എന്ന് കൃത്യമായി നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ വ്യക്തമായി കഴിഞ്ഞതിന് ശേഷവും നവംബർ 23 ഇൻ്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ക്ലിയറൻസ് വരുന്നു. നവംബർ 28 മൻമോഹൻ സിംഗ് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നു. അതെന്തിനാണ്? അവിടെ വച്ച് മൻമോഹൻ സിംഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരുപക്ഷെ മൻമോഹൻ സിംഗ് വധിക്കപ്പെട്ടാൽ ആരുത്തരം പറയും? ഇനി മൻമോഹൻ സിംഗ് വധിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചാണോ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം? ഒരിക്കലും നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ മുകളിൽ അവർക്ക് ഉത്തരവ് കൊടുക്കുന്ന ആൾക്കാർ ഒരുങ്ങിച്ചമഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതെന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചിട്ടെ, ഒന്ന് കണ്ണടച്ചേരെ എന്ന് വിചാരിച്ചാണോ മൻമോഹൻ സിംഗിനെ അങ്ങോട്ടേക്ക് വിടാനായി തീരുമാനിച്ചത് എന്നുള്ളൊരു ചോദ്യം, ഒരു വലിയൊരു ചോദ്യമായി അവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും ഈ മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ അതുവരെ കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. ഈ ഹോട്ടൽ താജിൽ നടക്കും, ഒബ്രോയിൽ നടക്കും, ഇവിടെ എല്ലാം നടക്കും ഭീകരാക്രമണം. എന്നിട്ട് NSGക്ക് ഒരു ഫ്ലൈറ്റ് പോലും അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല. ഡൽഹി വരെ എത്താനായിട്ട് ട്രാഫിക് വരെ എഴഞ്ഞെഴഞ്ഞാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അവിടെ എത്തിയത് എന്നുള്ളതാണ് കാര്യം. NSGയുടെ സ്റ്റാൻഡിങ് ഓർഡർ മാറ്റി എഴുതി. ആരെഴുതി? ഇപ്പോഴും അറിഞ്ഞുകൂടെ ഇതാരാണ് മാറ്റി എഴുതിയതെന്ന്? അതും അറിഞ്ഞുകൂടെ. അവർക്ക് ഫ്ലൈറ്റും കൊടുത്തില്ല, കൃത്യസമയത്ത് അവിടെ എത്താനും സാധിച്ചില്ല, ഫ്ലോർ മാപ്പില്ല, താജ് ഹോട്ടലിൽ എങ്ങനെ പ്രവേശിക്കണമെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ട് ഞാൻ കാണുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിനെ അങ്ങോട്ടേക്ക് വിടാനുള്ള തീരുമാനമാണ്. ഇത്
എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരുപക്ഷേ മൻമോഹൻ സിംഗിന് അന്നെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇനി ഒരു 10 കൊല്ലം കൂടി ഒരു സഹതാപ തരംഗം കോൺഗ്രസ്സിന് അടിച്ച് കിട്ടും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇവിടെ ആർക്കും വേണ്ട. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി പോയതല്ലേ, ഇതിന് ആ പാർട്ടി പ്രതികാരം വീട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജനങ്ങൾ കൊണ്ടുപോയി കുത്തിക്കൊടുക്കും. അങ്ങനെ ആ പാർട്ടി വീണ്ടും വീണ്ടും അധികാരത്തിലെത്താനുള്ളൊരു സാധ്യതയും അവിടെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ചിന്തിക്കുക. അപ്പം ശരി.